ഇത്രയും കാശും ചിലവാക്കി കൊടുത്ത് ചെയ്യിപ്പിച്ച സാധനമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ആൽബം കാണിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ചേട്ടനിപ്പോൾ നിലവിലില്ലല്ലോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ലുക്കായിരുന്നു ഇത്. എങ്ങനെ സാധിക്കും? നാശത്തിലോട്ടാണ് നിന്റെ പോക്ക് എന്നുള്ള രീതിയിൽ ഇതുകൊണ്ട് മിക്കത് എൻ്റെ സിംഗിൾ ഫോട്ടോസാണ്. ബിക്കോസ് ഞാനാണല്ലോ മെയിൻ. അതുപോലെ ഇത് കണ്ട് നീ സന്തോഷിക്കുന്നു വേണ്ട, എത്ര കാലം പോകും നമുക്ക് കാണാം. സോറി, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികളാണ്. സർപ്രൈസായി 2 ദിവസം കഴിഞ്ഞാണ് ഞെട്ടലൊക്കെ മാറിയത്. ഒരു നാട്ടുകാരും ഇല്ലായിരുന്നു എൻ്റെ കല്യാണത്തിന്. കാര്യം അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ അഹങ്കാരി, പറഞ്ഞാൽ കേൾക്കാത്തത്, തലതെറിച്ചവള്, അങ്ങനെ കുറേ പേരുകളങ്ങ് വരും. ആ പേരൊക്കെ സത്യം പറഞ്ഞാൽ തമാശയായിട്ട് കാണുക, ജീവിതത്തിനൊരു തമാശയായിട്ട് കാണുക. ആരും പേടിക്കണ്ട, ഞാൻ തന്നെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് ഞാനൊരു നല്ലൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു അറ്റയറിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫെയിൽഡ് വെഡ്ഡിങ് ആൽബം കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് ഞാൻ പോലും എനിക്ക് തോന്നുന്നത് 3ാമത്തെ വട്ടമായിരിക്കും ഇപ്പോൾ കാണാൻ പോകുന്നത്. അത്രേ കണ്ടിട്ടുള്ളൂ. അത്ര കാണാനുള്ളൊരു സാവകാശം എനിക്ക് കിട്ടിയുള്ളായിരുന്നു. ആൻഡ് ആകെ ഒരു വട്ടമാണ് നേരെ ചൊവ്വേ കണ്ടത്. പിന്നെ അതിന് ശേഷമാണ്, എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു വട്ടം കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വെഡ്ഡിങ് ആൽബം കാണിച്ചു തരാമെന്ന്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ വിവാഹത്തിനെ പറ്റിയിട്ടും ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ, ഡിവോഴ്സിൻ്റെ അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ പേരിങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് യു ഹാവ് ടു മൂവ് ഓൺ, നിങ്ങൾ മൂവ് ഓൺ ആവാത്തത് കൊണ്ടിട്ടാണ് നിങ്ങളിപ്പോഴും അതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യു ഷുഡ് സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് എന്നുള്ള രീതിയിൽ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, എനിക്കത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് കൊണ്ടിട്ടോ സംസാരിക്കുന്നതുകൊണ്ടോ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇമോഷൻസും എനിക്ക് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആക്കണം. ഞാൻ ഈ ആൽബം ഇനി എന്ത് ചെയ്യണം? ഇത്രയും കാശും ചിലവാക്കി കൊടുത്ത് ചെയ്യിപ്പിച്ച സാധനമാണ്. സംഭവിച്ചു, ഓക്കെ, എല്ലാം ഫ്ലോപ്പായി പോയെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ആൽബം കാണിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാവട്ടെ. എനിക്കൊരു കോണ്ടൻ്റ് ആയില്ലേ? അതാണ്. സോ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ ആൽബം ഇന്ന് കാണാമെന്നും. വളരെ കോമഡി ആയിരിക്കും. ഞാൻ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കുറച്ച് ഈ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ എനിക്കൊരു മെമ്മറീസുകൾ ഓർമ്മ വരുമല്ലോ, അതും കൂടി ഞാൻ പറയാം. നമുക്ക് നമ്മുടെ വെഡ്ഡിങ് ആൽബം നമുക്ക് കാണാം. ഐ എം സോ എക്സൈറ്റഡ്. പക്ഷേ ഇതിൽ നമ്മളെ ചേട്ടൻ്റെ മുഖത്ത് നമ്മൾ പൂ വെച്ചിരിക്കും, പൂ വയ്ക്കുകയോ ബ്ലറാക്കുകയോ ചെയ്തിരിക്കും. കാര്യം നമുക്ക് ചേട്ടൻ്റെ മുഖം കാണിക്കാൻ പറ്റത്തില്ല. ചേട്ടനിപ്പോൾ നിലവിലില്ലല്ലോ. നിലവിലില്ലാത്തതുകൊണ്ട് നമുക്ക് ചേട്ടൻ്റെ മുഖം കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ വിചാരിക്കുന്നു നല്ല നല്ല ഫോട്ടോസുകളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ പുള്ളിയുടെ മുഖത്ത് അല്ല ദുൽഖർ സൽമാനെയൊക്കെ വെട്ടി ഒട്ടിക്കായിരുന്നു. ഒരു പേജിൽ ദുൽഖർ സൽമാൻ, ഒരു പേജിൽ ഫഹദ് ഫാസിൽ, മറ്റേ പേജിൽ ഉണ്ണി മുകുന്ദൻ, അങ്ങനെ ഒട്ടിക്കായിരുന്നു. എന്തായാലും നശിപ്പിച്ചിടാനൊന്നും പറ്റുള്ളൂ, ഇത്രയും വില കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിച്ച സാധനമല്ലേ. സോ എൻ്റെ കല്യാണം അല്ല, ഞാൻ ആലോചിക്കും നമ്മളെ കല്യാണം കഴിക്കാൻ സമയത്തും നമ്മൾ ഈ ആൽബമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണോ, ലൈക്ക് ഞാനിത് ഡിവോഴ്സായതിന് ശേഷം ഇങ്ങനെയൊക്കെ ഈ ആൽബം വെച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്ന്, ഈ ആൽബമൊക്കെ എനിക്ക് ഇങ്ങനെ കാണേണ്ടിയൊക്കെ വരുമെന്ന്. എൻ്റെ ലൈഫ് ഭയങ്കര എന്താ പറയുക, ത്രില്ലറാണ്, ഒരു ത്രില്ലർ. അതുകൊണ്ടാണ് ഞാൻ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എല്ലാം നടക്കുന്നത്. സോ ദിസ് ഈസ് മൈ ആൽബത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എല്ലാം മറന്നുപോയി. ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ. ഫസ്റ്റ് പേജിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ചേട്ടനെയും ചേച്ചിയെയാണ്. ടൺ 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 ടൺ. എന്നെ നോക്ക് ഗൈസ്, നിങ്ങൾ ആ സൈഡിൽ നിൽക്കുന്ന ആളെ നോക്കണ്ട, എന്നെ നോക്ക് ഗൈസ്, ഞാൻ എന്ത് സുന്ദരിയാന്ന് നോക്കൂ. എൻ്റെ ഡ്രസ്സൊക്കെ നോക്ക്, എന്നാ വൈബായിരുന്നെന്നറിയോ. അടിപൊളി കല്യാണമായിരുന്നു. എൻ്റെ
ഫ്രണ്ട്സൊക്കെ കല്യാണത്തിന് വന്നിട്ട് വന്നൊരു ഇംഗ്ലീഷ് മോഡൽ വെഡ്ഡിങ് ആയിരുന്നു എന്നുള്ളത്. എവറിത്തിങ് വാസ് മൈ പ്ലാൻ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് നിക്കാഹാണ്. ഡ്രസ്സ് കണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട എന്നെ, ഇത് എൻ്റെ സെലക്ഷൻ അല്ല, ഇത് എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന നിക്കാഹിൻ്റെ ഡ്രസ്സാണ്. എനിക്ക് ഇനി പറയാമല്ലോ ധൈര്യമായിട്ട്, എനിക്ക് വായിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാവാട ഏതോ കളർ, ഉടുപ്പ് ഏതോ കളർ, ഷോൾ ഏതോ കളർ. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് ട്രെൻഡെന്ന്. ഞാനതിനെ കണ്ടുമുട്ടി വിശ്വസിച്ച്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ലുക്കായിരുന്നു ഇത്. സോ ഇത് എൻ്റെ നിക്കാഹായിരുന്നു. എൻ്റെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു നേരത്തെ കണ്ട റിസപ്ഷൻ. സോ ഇത് നിക്കാഹ്. നിക്കാഹ് വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഞാനെന്തിനാണ് ഈ ബീച്ച് ഇടുന്നത്? നോക്ക് ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആൻഡ് ഇങ്ങനെ കാണിച്ചാൽ അതായിരിക്കും കുറച്ചും നല്ലത്. ഗൈസ്, ജസ്റ്റ് ഞാനൊരു ബ്രേക്ക് എടുത്തതാണ്. എന്നെ കൊണ്ടേ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് തോന്നുന്നല്ലേ? എങ്ങനെ സാധിക്കുന്നു? എന്നോട് തന്നെ ചോദിക്കട്ടെ ഒരു മിനിറ്റ്, എങ്ങനെ സാധിക്കുന്നു? ഓക്കെ, കം ടു ദ പോയിന്റ്. അതായിരുന്നു നമ്മുടെ നിക്കാഹിൻ്റെ പള്ളിയിലത്തെ സീനുകളൊക്കെയാണ് ഇത് കാണുന്നത്. എൻ്റെ വാപ്പ കൈ പിടിച്ചു കൊടുക്കുന്നു. വാപ്പ അറിഞ്ഞില്ലല്ലോ, വലിയൊരു ദുരന്തത്തിലോട്ടുള്ള പോക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇത് താലി കെട്ടുന്നത്. ഗൈസ്, ആക്ച്വലി അന്ന് തന്നെ നമ്മൾക്ക് കുറേ നെഗറ്റീവ് സൈനുകളൊക്കെ കിട്ടിയായിരുന്നു. യൂണിവേഴ്സ് എനിക്ക് കുറേ സൈനുകൾ തന്നായിരുന്നു, ഈ നാശത്തിലോട്ടാണ് നിൻ്റെ പോക്ക് എന്നുള്ള രീതിയിൽ. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ നിക്കാഹ് മെഹർ കൊടുക്കുന്ന ഒരു സംഭവം വീടിൻ്റെ അകത്ത് നമ്മുടെ ഹാളിൽ വെച്ചിട്ട് നടത്താനായിരുന്നു പ്ലാൻ. ആ സമയം അപ്പോൾ കറണ്ട് പോയി അവിടെ വെച്ച് നടത്താൻ പറ്റിയില്ല. പിന്നെ സിറ്റ് ഔട്ടിൽ വഴിയിലൊക്കെ നിന്നൊക്കെയാണ് എനിക്ക് മെഹറൊക്കെ കിട്ടിയത്. അപ്പം അന്നേ ഒരു ശകുനക്കേട് കാണിച്ച് തന്നായിരുന്നു എനിക്ക് നമ്മുടെ യൂണിവേഴ്സ്. എന്നിട്ട് മനസ്സിലാക്കിയില്ല ഞാൻ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഈ നിക്കാഹ്, അതായത് ഈ മെഹർ കെട്ടിയതിന് ശേഷം ഞാൻ പിന്നെ ചിരിച്ചിട്ടില്ല. പിന്നെ ഉള്ള ഫോട്ടോയിലൊക്കെ എനിക്കൊരു മന്ദതയായിരുന്നു. കണ്ടോ, ഇതിലൊന്നും ഞാൻ ചിരിച്ചിട്ടേ ഇല്ല. എന്തോ പറ്റി എനിക്ക്. സോ ഇതാണ് എൻ്റെ ഒരു ആ റിസപ്ഷൻ, അതായത് മെയിൻ വെഡ്ഡിങ് സെറമണിയുടെ ഒരു ലുക്കായിരുന്നു ഇത്. ആൻഡ് ഐ വാസ് ഗോർജിയസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് മീനാക്ഷിയാണ് എന്നെ ഒരുക്കിയൊക്കെ ചെയ്തത്. ആൻഡ് നല്ല ഭംഗിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. നോക്കൂ ഗൈസ്, നോക്കൂ, ആരാ നോക്കൂ, സിനിമ നടി പോലെ ഇല്ലേ? കുറേ നല്ല ഫോട്ടോസുകൾ കിട്ടി. കണ്ട, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സിംഗിൾ ഫോട്ടോ എടുക്കുന്നതിലായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. അതുകൊണ്ട് വലിയ കാര്യം ഒരുപാടൊന്നും എന്താ പറയുക, ഈ പേജസൊക്കെ ഇപ്പോൾ എൻ്റെ ഫോട്ടോസല്ലേ കണ്ട് മിക്കതും എൻ്റെ സിംഗിൾ ഫോട്ടോസാണ്. ബിക്കോസ് ഞാനാണല്ലോ മെയിൻ. ഗൈസ് നോക്ക്, ഇത് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ച ഡ്രസ്സായിരുന്നു. ആ ഡ്രസ്സ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വെച്ചിട്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടായിരുന്നു, നല്ല മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എനിക്ക് വെയിറ്റ് വെക്കാനുണ്ട് ഇനിയും. വെച്ചതിന് ശേഷം കുറച്ച് മുടിയൊക്കെ വളർന്നതിന് ശേഷം എനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് ചെയ്ത ഡ്രസ്സാണ്. പക്ഷേ അന്നൊക്കെ ഇതിട്ട് എനിക്ക് ചെയ്യുമ്പോൾ പോലും ഐ വാസ് നോട്ട് ലൈക്ക്, എന്തോ ഒരു സന്തോഷമില്ലായിരുന്നു മനസ്സിൽ. പക്ഷേ ഇനി എനിക്ക് ചെയ്യണം. ഇത് അവോക്കി റിസോർട്ടാണ്, കഴക്കൂട്ടം. അവിടെ ആയിരുന്നു ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത്. വാവ്, ഭയങ്കര അടിപൊളിയായിട്ടാണ് ഞാൻ നല്ല ഫോട്ടോഗ്രാഫി ആയിരുന്നു അവരത്. മാജ്മോഡ് എന്ന് പറഞ്ഞ് കൊല്ലത്തുള്ള ഒരു ടീമായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തത്. Look at this. നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കല്യാണം കൊളായപ്പോയെങ്കിലും ബാക്കിയൊക്കെ ഞാൻ വിചാരിച്ച പോലെ നടന്നു. Look at this. How beautiful I am. നോക്കൂ ഗൈസ്. ഓക്കെ,
എങ്ങനെയായിരുന്നു ഈ കപ്പിൾസൊക്കെ ഇരുന്ന് ഈ വെഡ്ഡിങ് ആൽബം കാണുമ്പോൾ അവരെങ്ങനെയായിരുന്നു ഈ ആൽബം കാണിച്ചിരുന്നത്? ഭയങ്കര പാട്, ഭയങ്കര വലിപ്പം ഇതിന്. ഇതൊക്കെ ആ ഹോട്ടലിൻ്റെ അകത്തത്തെ ഒരു സെറ്റപ്പായിരുന്നു. ഇത് നമ്മൾ ഹോളിൽ വന്നു പോകുന്നു. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് എൻ്റെ ബന്ധുക്കളോ ആർക്കോ ഫ്രണ്ട്സോ ആർക്കോ ഒന്നും അവരിന്നേവരെ ഈ ആൽബം കണ്ടിട്ടില്ല. കാര്യം അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ഗൈസ്. പെട്ടെന്നായിരുന്നു എല്ലാം കഴിഞ്ഞതും കെട്ടിയതും ഡിവോഴ്സ് ആയതൊക്കെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് ആർക്കും ഇത് ആൽബം കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ മെയിൻലി ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം. ഞാൻ തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ, എൻ്റെ വള്ളിൽ നിന്ന് കല്യാണം കണ്ടിട്ടൊന്നും അവർക്കൊന്നും അങ്ങോട്ട് സഹിക്കാനേ പറ്റിയില്ല. എൻ്റെ ഒരു ബന്ധു ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബന്ധു തള്ള. ആ തള്ള ഇതേപോലെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഇങ്ങനെ ആ സ്റ്റേജിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടങ്ങനെ നിന്നപ്പോൾ എൻ്റെ ഉമ്മ ആ തള്ളയെടുത്ത് ആ തള്ള എൻ്റെ ഉമ്മ അടുത്ത് പറയാണ്, കൂടുതൽ ഇത് കണ്ട് നീ സന്തോഷിക്കുകയൊന്നും വേണ്ട, എത്ര കാലം പോകുമെന്ന് നമുക്ക് കാണാം. എൻ്റെ ഉമ്മ അടുത്ത് ആ കല്യാണ ദിവസം അവർ പറഞ്ഞിട്ടുണ്ട്. സോ അത്രയ്ക്കും തരത്തിൽ ശത്രുക്കളായിരുന്നു. എനിക്ക് അറിയില്ല ഇതിന് മാത്രം ശത്രുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്ന് വെച്ചാൽ ആർക്കും അങ്ങോട്ട് നന്നാവുന്നതോ നന്നായി കാണുന്നതോ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്, നമ്മളെ വെൽവിഷേഴ്സ് അല്ലാത്ത ആൾക്കാർ. സോ അങ്ങനെ അതിൻ്റെ ഉമ്മക്ക് ഭയങ്കര വിഷമമായി പോയായിരുന്നു. ഉമ്മ അന്ന് അത് കേട്ട് ഭയങ്കരമായിട്ട് അതിങ്ങനെ ഉമ്മയെ ഹോണ്ട് ചെയ്യുമായിരുന്നു എന്ന് ഉമ്മ എപ്പോഴും പറയുമായിരുന്നു. ഓക്കെ, നമുക്ക് നടക്കാം. ഓക്കെ, ഇത് കണ്ടോ ഗൈസ്, ഈ വരുന്ന വരവിൽ ഞാൻ കരയുന്നുണ്ട്. ആക്ച്വലി ഞാനിത് കരഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിച്ചു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നൊരു സന്തോഷത്തിൽ കരുതുന്നതാണ് എന്നൊക്കെ. അല്ല, ആക്ച്വലി ഞാനിങ്ങനെ കയറി ഇങ്ങനെ സ്റ്റേജിലോട്ട് ഇങ്ങനെ നമ്മൾ എൻട്രൻസിൽ കൂടി നടക്കുമ്പോൾ എൻ്റെ ഡാഡീനെ ഞാനിങ്ങനെ കണ്ടു. ഞാൻ ആരെയും കാണുന്നില്ലല്ലോ, ഞാൻ ഒരുങ്ങി നേരെ ഹോട്ടലിൽ നിന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് വരികയാണ്. ഞാൻ വീട്ടിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാരെയും ഞാൻ അന്നത്തെ ദിവസം കണ്ടിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും എന്നെ ആ ലുക്കിൽ അന്നത്തെ ദിവസം ഇവരെല്ലാവരും ഒരേ സമയമാണ് കാണുന്നത്. ആരും എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വാപ്പ ഞാൻ ഇങ്ങനെ നടന്നത്, വാപ്പ ഇങ്ങനെ സൈഡിൽ നിന്നപ്പോൾ വാപ്പയെ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി, സങ്കടം വന്ന് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പൊട്ടിപ്പോയതാണ്. പിന്നെ പോണ വഴിക്ക് ലൈലാമ്മച്ചിനെയും കൂടി കണ്ടു, അതായത് എൻ്റെ ഉമ്മാനെയും കൂടെ കണ്ടപ്പോൾ എനിക്കങ്ങ് തീരെ സഹിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ കരഞ്ഞത്. എല്ലാവരും വിചാരിച്ച് അങ്ങേരുടെ അടുത്തുള്ള പ്രേമം കൊണ്ട് അങ്ങേരെ കെട്ടാൻ പോണ സന്തോഷത്തിൽ കരഞ്ഞതാണെന്ന്. അപ്പോൾ ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തേ കരഞ്ഞെന്ന് പറഞ്ഞു. ആക്ച്വലി ഇതായിരുന്നു കാരണം. സോ ഇത് കഴിഞ്ഞു നമ്മൾ ആ സ്റ്റേജിൽ കയറി കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടുത്തം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേജിലൊന്നും ഒരൊറ്റ മനുഷ്യരില്ലാത്തത് കണ്ടോ? ഞാൻ ഒറ്റ എണ്ണത്തിനെ കയറി പോരുതെന്ന് പറഞ്ഞ്, ആരും ഇവിടെ കാണരുതെന്ന് പറഞ്ഞ്. എൻ്റെ ഇത്തായൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു സ്റ്റേജിലൊന്നും ആരും വരരുത്. കാര്യം നമ്മൾ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കല്യാണങ്ങളുണ്ടല്ലോ, എല്ലാവരും കൂടി സ്റ്റേജിൽ കയറി കുന്നുകൂടി നിൽക്കും. അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്കൊന്നും ഈ ഫംഗ്ഷനോ ഒന്നും കാണാൻ പറ്റത്തില്ല. സോ എനിക്ക് ഞാൻ അതിലൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു, അങ്ങനെ നിൽക്കരുത്. കാര്യം എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റണം. അല്ലാണ്ട് സ്റ്റേജിൽ വന്ന് എല്ലാവരും കൂടി വന്നിരിക്കുന്നവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ആരും ഒരാൾ ഇതാക്കുമ്പോൾ അവർ നിർത്തിയില്ല. അതുകൊണ്ട് ഞാൻ ആരും വേണ്ട, എല്ലാവർക്കും നല്ല രീതിയിൽ കാണാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരെയും സ്റ്റേജിൽ നിർത്താൻ സമ്മതിച്ചില്ല. ഗൈസ്, എല്ലാം എൻ്റെ തീരുമാനമായിരുന്നു. എൻ്റെ കല്യാണത്തിന് എൻ്റെ ഫുഡിൻ്റെ കാര്യം വെച്ച് ബാക്കിയൊക്കെ ഞാനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കല്യാണമായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലാക്കി, എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ഞാൻ വിചാരിച്ച പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു കാലിബർ എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഹോട്ടലിലെ സീൻസാണ്. പിന്നെയും ഓഡിറ്റോറിയത്തിൽ നേരെ ഹോട്ടൽ. ഇതെൻ്റെ ഫാമിലി പിക്ചർ, മൈക്കാലി.
എൻ്റെ കാലി. ഞാൻ ചൂസ് ചെയ്ത് ഞാൻ എടുത്ത് കൊടുത്ത ബ്ലേസറാണ് ഇതൊക്കെ. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞ അതേപോലെ കാലിയെന്ന് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞാലൊന്നും അത്ര എടുക്കത്തില്ല. അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുള്ളായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തതായിരുന്നു. സെയിം കളറ് എല്ലാം അതുപോലെ ഇട്ട്. ഷി വാസ് ലൈക്ക് അവൻ നന്നായിട്ട് എൻ്റെ കല്യാണം അടിച്ചു പൊളിച്ചായിരുന്നു എല്ലാം കൊണ്ട്. അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് അത് നല്ല ഭംഗിയായിരുന്നു അന്നത്തെ ദിവസം കാണാൻ. ഇത് കാലിയുടെ ഫ്രണ്ട്സ്. പറഞ്ഞില്ലേ ഗൈസ്, നമ്മളെപ്പോഴും അവരൊന്നും ഇല്ലാണ്ട്, അതായത് നമ്മുടെ ചെറുക്കനില്ല ഗ്രൂം ഇല്ലാണ്ട് എപ്പോഴും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ പിക്ചർ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പിക്ചേഴ്സൊക്കെ എനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. കാര്യം പുള്ളി ഇല്ലാണ്ട് എടുത്തത് കൊണ്ട് എനിക്ക് ഈ ഫോട്ടോസൊക്കെ എന്നും എനിക്ക് സൂക്ഷിക്കാൻ പറ്റും. ആക്ച്വലി ഇതൊരു ലാസ്റ്റ് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നതിൻ്റെ അവസാനത്തെ ഒരു കംപ്ലീറ്റ് പിക്ചറാണ് നമ്മൾ 4 പേരും നിൽക്കുന്നത്. സോ ഞാനത് അന്നൊക്കെ അതൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ് ഞാൻ ഒറ്റയ്ക്കൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടും പുള്ളി ഇല്ലാണ്ടെയും ഫോട്ടോസ് ഞാൻ എടുത്തത്. കണ്ടോ, എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ പുള്ളി ഇല്ലാതെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങളും നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാരെ കൂടെ കല്യാണത്തിന് ഫോട്ടോസ് എടുക്കുക, അവരില്ലാണ്ട്. ഇതൊക്കെ ജീവിത പാഠങ്ങളാണ്. അതായത് ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികളാണ് ഇതൊക്കെ. ഫുള്ള് ഞാൻ ബ്ലറാക്കും, നിങ്ങളൊന്നും കാണണ്ട. ഫേവറേറ്റ് ഫോട്ടോസ് ആയിരുന്നു. ഇതിലൊക്കെ ഞാൻ വെട്ടിയെടുക്കും, എന്നെ മാത്രമായിട്ട് വെട്ടിയെടുക്കാം. നല്ല ഫോട്ടോസാണ് അതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോ. ഓഫീസിലെ ആൾക്കാരാണ് ഫുൾ. ഇത് മൈ ഫ്രണ്ട്സ്. ഇതും ഓഫീസിലെ ആൾക്കാരാണ്. ഓഫീസിലാണ് ഒക്കെ ഫ്രണ്ട്സ്. നമ്മളെ പാത്തുമൊക്കെ ഇതായിരിക്കുന്നു. അഖിലൊക്കെ ഉണ്ട്. അപ്പോൾ കാവടി തുള്ളി പോയതാ, കണ്ടില്ലേ? ആണ് അക്ഷയ. അക്ഷയ. ഇത് വാപ്പുമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞത് മെയ്യിലാണെങ്കിൽ ജൂണിൽ വാപ്പുമ്മ മരിച്ചുപോയി. സോ വാപ്പുമ്മ പങ്കെടുത്ത അവസാനത്തെ കല്യാണമായിരുന്നു എൻ്റെത്. ഇതാണ് എൻ്റെ വാപ്പുമ്മ, പെറ്റമ്മ. ഇതൊക്കെ ആരാണ്? ഇതാണ് എൻ്റെ ലൈലാമ്മച്ചി. ഇത് പാത്തുമ്മച്ചി. ഇതെൻ്റെ ഉമ്മയുടെ സഹോദരങ്ങളാണ്. ആൻഡ് ഈ വ്യക്തിനെ നിങ്ങൾ ഓർത്ത് വെച്ചോ, നമുക്ക് ആവശ്യം വരും ഈ വ്യക്തിനെ. ഇത് കാജൽ, ഇത് നിജോ, ഇതൊക്കെ ആരാ? ഇതൊക്കെ നമ്മളെ റിലേറ്റീവ്സ് ആണ്. ഇതൊക്കെ എൻ്റെ ഇത്താടെ ഫ്രണ്ട്സ്. ഇതെൻ്റെ കാലിയുടെ ഫ്രണ്ട്സ്. എൻ്റെ കാലിയുടെ ഫ്രണ്ട്സ്. ഗൈസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതെൻ്റെ ഫേവറേറ്റ് ലുക്ക്. ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവുമായിരുന്നു. അപ്പം ഇത് സെറ്റ് സാരി എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് ഉടുത്തിട്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലുക്കായിരുന്നു ഇത്. ഇതെൻ്റെ 2 സിസ്റ്റേഴ്സ്. അന്ന് സിസ്റ്റർ ഗർഭിണിയായിരുന്നു. ഹംദാനാണ് വയറ്റിൽ കിടക്കുന്നത്. ഇത് ഞാൻ പോണു, ഞാൻ കരയുന്നു. ഫുള്ള് കരച്ചിൽ തന്നായിരുന്നു എൻ്റെ കാലി. ഞാനെൻ്റെ ഉമ്മയും കൂടെ തകർത്തങ്ങോട്ട് കരയുക. പാവൻ്റെ മമ്മി. അവർ വിചാരിച്ചില്ല പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരുമെന്ന്. നോക്കിക്കോ, ഞാൻ AI കൊണ്ട് ഈ ഫോട്ടോയൊക്കെ എങ്ങ് റിമൂവ് ചെയ്യിപ്പിക്കും ഇങ്ങനെയാണ്. സോ അങ്ങനെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രീ വെഡ് പോലെ ഞാനൊന്ന് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത സംഭവമാണിത്. എന്നെ നോക്കുക ഗൈസ്, നിങ്ങൾ വേറെ ഒന്ന് നോക്കണം. എന്നെ നോക്കും, ഞാൻ എന്താ ഭംഗിയെന്ന് നോക്കും. ഞാൻ ഒറ്റയ്ക്ക് ഒരുങ്ങിയതാണ്, സ്വന്തമായിട്ടിട്ട മേക്കപ്പാണത്.
സോ നമ്മുടെ ആൽബം കഴിഞ്ഞിരിക്കുന്നു. മൊത്തം ഒരു 5 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് നിക്കാഹ്, പിന്നെ നൈറ്റ് ഒരു ചെറിയൊരു ഗ്യാതറിങ് പോലെ ഫ്രണ്ട്സായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഈ റെഡ് കളർ ഡ്രസ്സ് ഇട്ടുള്ള റിസപ്ഷൻ, അത് കഴിഞ്ഞ് അങ്ങ് സൈഡിൽ ഒരു ചെറിയൊരു ഈവനിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടി മെയിൻ റിസപ്ഷൻ ഉണ്ടായിരുന്നു. റോസ് ഞാൻ ഇങ്ങനെ സൈഡിൽ ആഡ് ചെയ്തേക്കാം. എൻ്റെ ഈവനിങ് ഗ്യാതറിങ്ങിൻ്റെ എൻ്റെ ഈവനിങ്ങിൻ്റെ ആ ഫംഗ്ഷൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ അവിടുത്തെ 1-2 ഫോട്ടോസും കൂടെയൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. ഇതിൽ നിങ്ങൾ ആ ഒരു അവിടുത്തെ റിസപ്ഷൻ്റെ ചുവന്ന സാരി നിങ്ങൾ കാണുന്നുണ്ടോ? ആ സാരിക്ക് മുന്നൊരു കഥയുണ്ട് കേട്ടോ. അതായത് അപ്പം അവരാണല്ലോ ആ സാരി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ കളർ റെഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരിങ്ങനെ കുറേ സാരികളൊക്കെ നോക്കിയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുമെന്ന് പറഞ്ഞു. അവസാനം അവർ സാരി എടുത്തു. അപ്പോൾ സാരി എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് സാരിയുടെ കളർ ഇപ്പോൾ കാണണ്ട, സർപ്രൈസായിട്ട് അന്നേരം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അടിപൊളി കളറാണ് എടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു സെറ്റ് ഏതെങ്കിലും നല്ല പർപ്പിളോ വയലറ്റോ ഒക്കെ ബ്ലൂ ഒക്കെ ആയിരിക്കും, ഗ്രീനൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാനങ്ങ് വിചാരിച്ച്. അപ്പോൾ ഞാൻ അന്ന് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ പോണ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഞാൻ മനസ്സിലാൻ കുറേ അങ്ങ് സങ്കല്പിച്ചു. അപ്പം ഞാൻ ചെന്നപ്പോൾ സാരിയുടെ കളർ റെഡ്. ഞാനിട്ട ഈവനിങ് ഗ്യാതറിങ്ങിൻ്റെ ഫംഗ്ഷൻ്റെത് റെഡ്, എൻ്റെ മെയിൻ റിസപ്ഷൻ്റെത് റെഡ്, ആ സേവ് ദ ഡേറ്റിന് റെഡ്, എല്ലാം റെഡ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സർപ്രൈസ്ഡായി. ഞാൻ ആ റെഡ് കണ്ട് അവരെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ആ സാരിയുടെ കളർ കണ്ടിട്ട് വളരെ റെയറായിട്ടാണ് എൻ്റെ വേറെ ഫങ്ഷൻസൊന്നും ഇല്ലാത്ത കളറുകൾ നോക്കി അവരെനിക്ക് ചൂസ് ചെയ്തതാണ് ആ റെഡ് സാരി. ആൻഡ് ആ സാരിയുടെ കളർ കണ്ട് സർപ്രൈസായി 2 ദിവസം കഴിഞ്ഞാണ് ഞെട്ടലൊക്കെ മാറിയത്. അത്ര ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഓക്കെ, അതാണ് അതിൻ്റെ പിന്നിലെ സ്റ്റോറി. ആൻഡ് നല്ലതായിരുന്നു, പരിപാടികളൊക്കെ വളരെ അടിപൊളിയായിരുന്നു. എൻ്റെ ഉള്ളിൻ്റെ അകത്ത് എവിടെയൊക്കെ ഒരു തീയൊക്കെ ആളിപ്പുകയുന്നുണ്ടായിരുന്നു എങ്കിലും പ്രത്യക്ഷത്തിൽ വളരെ നല്ലൊരു കല്യാണമായിരുന്നു. നമ്മുടെ അത്യാവശ്യം എൻ്റെ കുടുംബത്തിലൊക്കെ കണ്ടതിൽ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പല പാട്രിയാർക്കികളും ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു കല്യാണമായിരുന്നു എൻ്റേത്. വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഓഫീസിലുള്ള കൊളീഗ്സും വളരെ അടുത്ത നമ്മളെ റിലേറ്റീവ്സും അല്ലാണ്ട് വേറെ ഒരു മനുഷ്യർ പോലും കല്യാണം വിളിക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. ഉമ്മ ഇങ്ങനെ എൻ്റെ പിറകേക്ക് ഇങ്ങനെ പെർമിഷൻ ചോദിച്ച് ഇവരെ വിളിച്ചോട്ട് ഉമ്മ പറഞ്ഞ് എൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് പേരുണ്ട് അവരെ ഞാൻ വിളിച്ചിട്ടൊന്നും ഉമ്മേൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചാണ് ഞാൻ ഉമ്മയുടെ അയൽക്കൂട്ടത്തിലെ ആൾക്കാരെയൊക്കെ വിളിക്കാൻ സമ്മതിച്ചത്. അതിൻ്റെ ചങ്ക് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞ്. അല്ലാണ്ട് ഒരു നാട്ടുകാരും ഇല്ലായിരുന്നു എൻ്റെ കല്യാണത്തിന്. കാര്യം അതിൻ്റെ ആവശ്യമില്ല, വന്ന് തിന്ന് കുറ്റം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കല്യാണങ്ങളിൽ പോകുന്ന ഒരാളല്ല. ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കല്യാണങ്ങളിലേ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണത്തിനും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുകൾ മാത്രം മതി എന്നുള്ളത് എൻ്റെ വളരെ വ്യക്തിപരമായ ഒരു തീരുമാനമായിരുന്നു. അതിൻ്റെ പേരിലും ഞാൻ കുറേ ഇതൊക്കെ കേട്ടു. ഞാൻ അഹങ്കാരി തലതെറിച്ച ഒരു പെണ്ണായതുകൊണ്ട് തന്നെ ആർക്കും വലിയ പരാതിയും പരിഭവമൊന്നും ഇല്ലായിരുന്നു. ദേ എക്സ്പെക്റ്റഡ് ദാറ്റ്. അതുകൊണ്ട് പെൺകുട്ടികളെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളത് അതുപോലെ തന്നെ കല്യാണം കഴിക്കുക. ഇത് കല്യാണം കുളമായി ഇല്ലെന്നും പറഞ്ഞ് ഒന്നിനും ഒരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് അടിച്ചു പൊളിക്കുക, ആ ഒരു ദിവസം അങ്ങോട്ട് അടിച്ചു പൊളിക്കുക, ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യുക, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. കല്യാണം ആർഭാടമായിട്ട് നടത്തണോ രജിസ്റ്റർ മാരേജ് ചെയ്യണോ എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിനൊന്നും നമുക്ക് ആരെയും എന്താ പറയുക ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടത്തിന് നടന്നോളൂ. എൻ്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടത്തി, അത്രയേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്ത് കാര്യവും നമ്മുടെ ഒരു ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്കുകളുണ്ട്. നമ്മൾ കുറേ പേരുകൾ നമുക്കങ്ങ് വരും, ടാഗ് അങ്ങ് നമുക്ക് വീഴും. ഇതുപോലെ അഹങ്കാരി, പറഞ്ഞാൽ കേൾക്കാത്തത്, തലതെറിച്ചവൾ, അങ്ങനെ കുറേ പേരുകളങ്ങ് വരും. ആ പേരൊക്കെ എടുക്കാനുള്ള ഒരു ഗട്ട്സ് നമുക്കുണ്ടാവണം, തൊലിക്കെട്ടി ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതെ, എൻ്റെ അടുത്ത് ഒരാളെപ്പോഴും പറയും ജീവിതം എന്ന് പറഞ്ഞൊരു നൗക പോലെയാണ്. ഓക്കെ, ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ എന്നും പറഞ്ഞായിരുന്നു, ഈ മനുഷ്യനൊരു സമാധാനം ഇല്ല എന്ന്. ഞാൻ പറഞ്ഞു അമ്മ, എപ്പോഴും സമാധാനമായിട്ടുള്ള ജീവിതം ഉണ്ടാവത്തില്ല.
സമാധാനക്കേട് വരും, സമാധാനം വരും, സമാധാനക്കേട് വരും, സമാധാനം വരും. അതൊരു ജേണിയാണ്, അതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും. സമാധാനമുള്ള സമയം സമാധാനത്തോടെ ജീവിക്കാൻ നോക്കുക. സമാധാനക്കേട് വരുമ്പോൾ ഓക്കെ, ഇത് കഴിഞ്ഞ് സമാധാനമുള്ള സമയം വരുമെന്ന് ആലോചിച്ച് പ്രതീക്ഷയോടെ ഇരിക്കുക. അതല്ലാണ്ട് നമ്മൾ സമാധാനം വന്നിട്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല ഗൈസ്. അതൊരു ഒഴുക്കിൽ കൂടെ നമ്മളും കൂടെ അങ്ങ് പോവുക, എല്ലാം ശരിയാവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ വീഡിയോയുടെ മോറൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന മോശം കാര്യങ്ങളെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. നമുക്കതിന് ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒന്നും ഈ ആൽബവും ഫോട്ടോ ഫ്രെയിമൊന്നും എടുത്ത് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേഷ്യത്തിൻ്റെ പുറത്തെടുത്ത് കത്തിച്ച് കളയേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ബുക്ക് ഓഫ് മെമ്മറീസ്. അതുകൊണ്ട് അതിൻ്റെ പേരിലൊന്നും അതൊന്നും നമുക്ക് എടുത്ത് അതിനെ നശിപ്പിച്ച് കളഞ്ഞ് അതിനോടൊന്നും ഒരു ദേഷ്യം കാണിക്കേണ്ട. ഇവരെന്ത് പഴച്ചു പാവം ആൽബം. അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ദുരന്തങ്ങളെയും നമ്മൾ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ തമാശയായിട്ട് കാണുക, ജീവിതത്തിനൊരു തമാശയായിട്ട് കാണുക. അതല്ലാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇരുന്ന് വിഷമിക്കാനും ദുരന്തം പറഞ്ഞുകൊണ്ടിരിക്കാനും നേരം കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഫൺ, ടേക്ക് ഇറ്റ് ഈസി മാൻ. കുറച്ച് കാലമല്ലേ നമ്മൾ ഈ ഭൂമി ജീവിക്കുള്ളൂ. അതെങ്ങനെ നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് നിൽക്കാം, അത് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നല്ലപോലെ ജീവിച്ച് നിൽക്കാൻ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എൻ്റെ ഈ ഒരു വിവാഹ ആൽബം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഡിവോഴ്സിന് ശേഷമായിരിക്കും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഓക്കെ ഫൈൻ, ഞാൻ ഹാപ്പിയാണ്. ഒറ്റയ്ക്കിരുന്ന് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. വളരെ ഹാപ്പി ആയിട്ട് പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഞാൻ ഈ ആൽബം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അതിലാണ് എൻ്റെ സക്സസ് ഇരിക്കുന്നത്. എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണോ ജീവിക്കുന്നത്, ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്, ഇതിനുപരി നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നതിലാണ് കാര്യം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം.